എൻ്റെ ഫോണിൽ ഓയിൽ റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് എണ്ണ യൂസ് ചെയ്ത കുറേ ആൾക്കാർ നമുക്ക് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്സ് ഒക്കെ തന്ന് ഞാൻ എപ്പോഴും സേവ് ചെയ്ത് വെക്കാറുണ്ട്. മുത്തശ്ശീനെ കേൾപ്പിച്ചിട്ട് മുത്തശ്ശി റിയാക്ഷൻ എടുക്കണം എന്ന് വെച്ചിട്ടോ. പക്ഷെ എനിക്ക് സമയമേ കിട്ടാറില്ല. ഇന്ന് നമുക്കൊന്ന് റിയാക്ഷൻ നോക്കാം. മുത്തശ്ശീന്റെ എണ്ണ തേച്ചിട്ട് ഒരാൾ പറഞ്ഞത് കേട്ടാൽ മുത്തശ്ശി ഞെട്ടും. ഞെട്ടണോ? നല്ലതല്ലേ പറഞ്ഞത്? നല്ലതാണോ? ആണോ? കേൾപ്പിച്ചേരട്ടെ. ഒരു പ്രശ്നമില്ല മാ, വെച്ചോളൂ കേട്ടോ. ഭയങ്കര സന്തോഷം എനിക്ക്. സത്യമായിട്ട് എന്തൊരു സുഖമാണെന്ന് അറിയാം. ഞാനിത് സെക്കൻഡ് ഡേ ആണ് യൂസ് ചെയ്യുന്നത്. രാവിലെ എന്ന് എണീക്കുമ്പോഴും ഒരു തലവേദനയോട് കൂടിയാണ് എണീക്കാറ്. പക്ഷെ ഇത് തേച്ച അതിന്റെ ശേഷം എനിക്ക് അങ്ങനെ ഒരു തലവേദന വന്നിട്ടില്ല. ദിസ് ഇസ് സെക്കൻഡ് ഡേ. ഇപ്പോഴാണ് രണ്ടാമത് യൂസ് ചെയ്യുന്നത്. ആഴ്ചക്ക് കുളിക്കുള്ളൂ. കണ്ണിന് ഒരു പുകച്ചിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിന്നു. പിന്നെ ഈ ചൊറിച്ചിൽ ഭയങ്കര കണ്ണ് ചൊറിച്ചിലുണ്ടായിരുന്നു. നല്ല എണ്ണയാണ് അത് തേച്ചാൽ എല്ലാ കാര്യത്തിലും നല്ലതാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇല്ല, ഞാൻ കണ്ണൂരിന്നാണ്. വരാൻ പറ്റുമോന്ന് അറിയില്ല എനിക്ക്. കണ്ണൂരാണ്. പറ്റുമെങ്കിൽ എന്തായാലും വന്ന് ഞാൻ കാണാട്ടോ. കണ്ണൂര് വല്ല ദൂരമൊന്നും അല്ലല്ലോ. വന്നൂടെ അല്ലേ? അല്ല, ഇപ്പൊ പറഞ്ഞ കേക്കില്ല. ഇത് ഞാൻ പണ്ടെടുത്ത് വെച്ചതാണ് മുത്തശ്ശിനെ കേൾപ്പിക്കാൻ. പക്ഷേ മറന്നുപോയതാ കേൾപ്പിക്കാൻ. വേറെ കേൾപ്പിക്കട്ടെ. ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാരും പറയുന്ന പോലെ തന്നെ നല്ല ഉറക്കം, നല്ല തണുപ്പ് ശരീരത്തിന്, എന്താ പറയാ എടുത്തിട്ടാണ്. അപ്പൊ മുടി കൊഴിച്ചിൽ നിന്നു കേട്ടോ. സ്വിച്ചിട്ട പോലെ നിന്നു. മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ മുടി കൊഴിയുന്നേ ഇല്ല. കുളിമുറിയിൽ കുളിച്ചു കഴിഞ്ഞാൽ ഒരു മുടി കൂടെ ഉണ്ടാകാറില്ല. അതൊരു ഭയങ്കര സമാധാനം. മുടി കൊഴിച്ചിലേ സ്വിച്ചിട്ട പോലെ നിന്നു എന്ന് പറയാ. അതെ. അപ്പൊ അതിലെന്താ ഉള്ളത്? നല്ലതാണ്. അതിലിപ്പോ നമുക്ക് നല്ലത് തന്നെയല്ലേ ഇപ്പൊക്കെ. ഇപ്പൊ ഇനി കാച്ചാൻ പോണത് അതില് നല്ലതാണ്. ആണോ? കൊറേ ആൾക്കാർ ചോദിച്ചു അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുക്കോന്ന്. പറഞ്ഞു കൊടുക്കില്ല അറിയണം. അതെന്തേ? പറയില്ല. പറഞ്ഞാ ഇതിന്റെ ഫലം പോവും. ആണോ? തിരിച്ച് റിപ്ലൈ ഒന്നും വേണ്ട കേട്ടോ. കാരണം ഞാൻ ഇന്ന് നിങ്ങളുടെ വീഡിയോ കാണുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെ അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു നിർബന്ധിച്ച റിപ്ലൈ അങ്ങനെയൊന്നും വേണ്ട. മുടി കൊഴിച്ചിൽ നല്ലതെന്ന് ശരിക്കും അത് നന്നായിട്ട് മനസ്സിലായി. കാരണം 2 ആഴ്ചയായിട്ട് മുത്തശ്ശിയുടെ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യണേ. അപ്പൊ ഇപ്പൊ മുടിയൊന്നും കൊഴിയുന്നുമില്ല. നല്ല സുഖമാണ്. അപ്പൊ അത് എനിക്ക് വ്യത്യാസമായിട്ട് ശരിക്കും പറഞ്ഞാൽ തോന്നി. മുത്തശ്ശി കാച്ചിയ എണ്ണയില്ലേ, നല്ലതാണ്. ഞാനൊരു കുപ്പിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ മുടി മൊത്തം കൊഴിച്ചിലായിരുന്നു. അങ്ങനെ മുടി ചീർപ്പ് കൊണ്ട് ചെയ്യുമ്പോഴേക്കും മൊത്തം മുടിയും പോവുമായിരുന്നു. ഇപ്പൊ തേച്ചപ്പുണ്ടല്ലോ മുടി മൊത്തം കൊഴിച്ചില് ഫുള്ളായി നിന്നു. നല്ലതാണ്. ഇത്രയും കൂടി വാങ്ങി നല്ലോണം തച്ചോളായിരുന്നല്ലേ. ഞാൻ തമാശ പറഞ്ഞതല്ല. ഇനി ആ പണിയുണ്ട്. ഇനി എണ്ണ ഉണ്ടാക്കുകയാണ്. മുടി കൊഴിച്ചിട്ട് നല്ല കുറവുണ്ട്. ഇത് തേച്ചപ്പോ നല്ല കുറവുണ്ട്. മുടി ചെയ്യുമ്പോ ഒന്നും അങ്ങനെ മുടിയേ വരുന്നില്ല. ഇപ്പൊ ആ ഒരു 2-3 മുടി വരുന്നല്ലാതെ വേറെ മുടി കൊഴിച്ചല് എന്നുള്ളതേ നിന്നു.